പരൂസിയ ആഗമന ധ്യാന ചിന്തകളിലേക്ക് എല്ലാ സ്നേഹിതർക്കും സ്വാഗതം. കാത്തിരിപ്പ്, അതായിരുന്നല്ലോ നാം കഴിഞ്ഞ ദിവസം ധ്യാനചിന്ത സമാപിച്ചത്. ഏതു യാത്രയ്ക്കും ഒരു കാത്തിരിപ്പ് അനിവാര്യമാണ്. നമ്മുടെ പരിചയത്തിൽ നമ്മുടെ കുടുംബാംഗം എന്ന രീതിയിലല്ല നാം ഒരു വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഇടവക ദേവാലയത്തിൽ വെച്ചല്ല ആ വിവാഹത്തിൻ്റെ തിരുക്കർമ്മങ്ങൾ, ശുശ്രൂഷകൾ നടത്തപ്പെടുന്നത്. മറ്റൊരു ഇടവകയിൽ വച്ച്, നമ്മുടെ കത്തീഡ്രൽ ദേവാലയമോ അല്ലെങ്കിൽ ഏതെങ്കിലും സവിശേഷമായിട്ടുള്ള മധ്യസ്ഥ കേന്ദ്രമായ ദേവാലയത്തിൽ വെച്ചോ നടത്തപ്പെടുന്നു എന്നിരിക്കട്ടെ. കുടുംബാംഗങ്ങൾ പറയും, 11 മണിക്ക് വിവാഹ സംബന്ധിച്ച ശുശ്രൂഷകൾ, ദിവ്യബലി ആരംഭിക്കും. ആകയാൽ 8:30 മണിക്ക് അല്ലെങ്കിൽ 9 മണിക്ക് നമ്മുടെ ഇവിടെ നിന്ന് വാഹനം പുറപ്പെടും. അതുകൊണ്ട് എല്ലാവരും നന്നായി അതിനു മുമ്പ് അവിടെ എത്തണമെന്ന്. നാം ചുമ്മാ എത്തില്ലല്ലോ. വിവാഹത്തിൽ സംബന്ധിക്കേണ്ടതായത് കൊണ്ട് തന്നെ, പോകേണ്ട ഇടം അറിയാവുന്നത് കൊണ്ട് തന്നെ നാം നന്നായിട്ട് ഒരുങ്ങും. കാണാൻ പറ്റുന്ന വൃത്തി വെടിപ്പുള്ള നമ്മുടെ വസ്ത്രങ്ങൾ ധരിച്ചാണ് ആ വാഹനത്തിൽ കയറാൻ നാം അവിടെ എത്തുന്നത്. ആ വാഹനം നാം ലക്ഷ്യം വയ്ക്കുന്ന ഇടത്ത് നമ്മളെ എത്തിക്കും. ഇത് അനുദിന ജീവിതത്തിൽ നാം ഒരു യാത്രയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന കുഞ്ഞു ചിന്തയാണത്. നന്നായി ഒരുങ്ങി നാം പോകും. കാത്തിരിപ്പ്, വരുന്ന ആളെ കാത്തിരിക്കുന്ന വ്യക്തി ഒരുങ്ങാതിരിക്കരുത്, ഒരുങ്ങിയിരിക്കണം. വരുന്ന വ്യക്തി ഏത് സമയം എന്നറിഞ്ഞുകൂടാത്തതിനാൽ നാം ഒരുങ്ങിയിരിക്കണം. ഈ ഒരുങ്ങിയിരിക്കുന്നതിന് കർത്താവായ യേശു, ചക്രവർത്തിയായ യേശു ഒരുങ്ങിയിരിക്കുവാനായി തൻ്റെ മക്കൾക്ക്, തൻ്റെ പ്രിയപ്പെട്ടവർക്ക് നൽകിയിരിക്കുന്ന, തൻ്റെ മൗതിക ശരീരമായ സഭയിലൂടെ നൽകിയിരിക്കുന്ന അഭിവാജ്യ ഘടകമാണ് കൂദാശ. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, കൂദാശ എന്നാൽ അദൃശ്യമായ ദൈവവരപ്രസാദത്തിൻ്റെ ദൃശ്യമായ അടയാളമാണ് കൂദാശ. അങ്ങനെയാകുമ്പോൾ അദൃശ്യമായ ദൈവവരം നമുക്ക് ദൃശ്യമായി കാണിച്ചു തന്ന ഒരേ ഒരു അടയാളമേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തു. ആ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ തന്നെ പലവട്ടം, ഒരു വട്ടമല്ല പലവട്ടം ആവർത്തിച്ച് പറഞ്ഞതാണ്, ഞാനും പിതാവും ഒന്നാണ്. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ പിതാവിനെ സ്നേഹിക്കുന്നു. അങ്ങനെ എൻ്റെ പിതാവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ മേൽ ഞങ്ങൾ വന്ന് വാസമുറപ്പിക്കും. ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ അപ്പനും ഞങ്ങളുടെ ഇടയിലെ വലിയ ജീവൻ്റെ അംശം എന്ന് മനുഷ്യർക്ക് നൽകാനായി ഞങ്ങൾ സമ്മാനമായി നൽകിയ ആത്മാവും പരിശുദ്ധാത്മാവും. അതല്ലേ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16 ഇപ്രകാരം വായിക്കുന്നത്, തന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതിരിക്കാൻ ദൈവം തൻ്റെ ഏകജാതന് നൽകാൻ തക്കവണ്ണം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവത്തിൻ്റെ അപരിമേയമായ അദൃശ്യമായ സ്നേഹത്തിൻ്റെ, കൃപയുടെ ദൃശ്യമായ അടയാളം തൻ്റെ പുത്രനിലൂടെ കാണിച്ചു തന്നു. ഈ പുത്രൻ തൻ്റെ പിതാവിൻ്റെ സ്നേഹം, പിതാവിൻ്റെ അദൃശ്യമായ ദൈവത്തിൻ്റെ വരം മനുഷ്യർക്ക് നൽകിക്കൊണ്ട് പിതാവിൻ്റെ പക്കലേക്ക് മടങ്ങിപ്പോകാനായി സമയമായപ്പോൾ തൻ്റെ മൗതിക ശരീരമായ സഭയ്ക്ക് നൽകിയ അമൂല്യമായ സമ്മാനങ്ങളാണ് ഈ ലോകത്തിൽ ദൈവത്താൽ അയക്കപ്പെടുന്ന ഒരു വ്യക്തി, സ്ത്രീ ആയിക്കൊള്ളട്ടെ പുരുഷനായിക്കൊള്ളട്ടെ, ജനിച്ചത് മുതൽ ഈ ലോകം വിടുന്ന സമയം വരെ സ്വീകരിക്കാനായി
കൗദാശിക ജീവിതത്തെ ദാനമായി നൽകിയത്. മാമോദീസ തുടങ്ങി രോഗലേപനം വരെയുള്ള കൗദാശിക ജീവിതം. ഈ കൗദാശിക ജീവിതത്തിൽ ഞാൻ എപ്രകാരമാണ് ഒരുങ്ങേണ്ടതെന്ന് എന്നെ പഠിപ്പിക്കുന്നു. മാമോദീസ മുതൽ രോഗിലേഖനം വരെയുള്ള എൻ്റെ കൗദാശിക ജീവിതം, ആ കൗദാശിക ജീവിതത്തിൽ നമ്മെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ജീവിതം ഒരുങ്ങിയിരിക്കുന്ന മണവാളനെ, ചക്രവർത്തിയെ സ്വീകരിക്കാനായി ഒരുങ്ങിയിരിക്കുന്ന, കാത്തിരിക്കുന്ന വ്യക്തികളായി, കുടുംബങ്ങളായി, കൂട്ടായ്മകളായി നമുക്ക് രൂപാന്തരപ്പെടാനായി ഈ ആഗമനകാലം പരൂസിയ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.